ഇപ്പോൾ നമുക്കൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പട്ടത്താനം ശ്രീകണ്ഠൻ കൂടി ചേരുകയാണ്. ശ്രീകണ്ഠൻ, ഇവിടെ ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ 2021 സമാനമായ ഒരു പോളിംഗ് ഉണ്ടായിട്ടില്ല. പോളിംഗ് ശതമാനത്തിൽ ഒരുപക്ഷെ 4% വരെ കുറവ് സംഭവിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, പോളിംഗ് ശതമാനം ഉയരുമ്പോൾ ഇതുവരെ UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറയപ്പെട്ടിരുന്നു. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രവചനത്തിന് സാധ്യത നൽകുന്നുണ്ടോ? പാലക്കാട്ട് ഒരു 45 വർഷത്തെ പാലക്കാട്ടത്തെ റിപ്പോർട്ടിങ്ങുമായിട്ടും രാഷ്ട്രീയ ബന്ധവും പത്രപ്രവർത്തന ബന്ധവും ഉള്ള ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഇപ്പൊ പോളിംഗ് ശതമാനം കുറഞ്ഞതിനെ പറ്റി ഒന്നും വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇതുവരെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇല്ലാത്ത ആവേശകരമായ പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. അടിയൊഴുക്കുകൾ ഇപ്പോഴും അവ്യക്തമാണെങ്കിൽ പോലും 3 മുന്നണികളും, ഇടത് മുന്നണിയും വലത് മുന്നണിയും NDAയും വളരെ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തിച്ചത്. ആർക്കും സാമ്പത്തിക ദാരിദ്ര്യം ഞാൻ കാണുന്നില്ല. ബൂത്ത് സ്ഥലത്ത് എല്ലാ ആൾക്കാരും എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിന് രാഷ്ട്രീയമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ തന്നെയാണ് മുൻതൂക്കം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ സന്ദീപ് വാര്യരുടെ വരവൊന്നും ഇവിടെ കാര്യമായിട്ട് ഏറ്റതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സന്ദീപ് വാര്യർ നല്ല വ്യക്തിയായിരിക്കാം, വാചാലനായിരിക്കാം, വിവരമുള്ള ആളായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ സന്ദീപ് വാര്യരുടെ വരവൊന്നും ഈ ഇത്തവണ കോൺഗ്രസിന് ഗുണം ചെയ്യുന്ന എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഡോക്ടർ സരിനും നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. ഡോക്ടർ സരിൻ നല്ല സ്ഥാനാർത്ഥിയാണെന്ന് ഡോക്ടർ ശശി തരൂരും മറ്റേ മുരളീധരനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ അഭിപ്രായം എനിക്കറിയേണ്ട കാര്യമില്ല. അവയാണ് നല്ല മിടുക്കനായ സ്ഥാനാർത്ഥിയാണ്. പിന്നെ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചോളം ഇവിടെ ജനിച്ചു വളർന്ന നഗരസഭയായിട്ട് വളരെ ബന്ധം. ചുരുക്കി പറഞ്ഞ 3 പേരും വളരെ മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണ്. 3 പേരെയും പ്രവർത്തനത്തിന് ഒരു മാന്യവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രവചനാതീതം തന്നെയാണ്. എങ്കിലും കോൺഗ്രസിനാണ് മുൻതൂക്കം. പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ നടക്കുന്ന ഇലക്ഷൻ ഒന്നും അടുത്ത വരുംകാലങ്ങളൊന്നും ബാധിക്കുന്നെന്ന് തോന്നുന്നില്ല. കാരണം പാലക്കാട് നിയോജകമണ്ഡലത്തിന് ആദ്യമായിട്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പാലക്കാട് നിയോജകമണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. ആ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായ സാഹചര്യവും അത് വേറെ ഷാഫി പോയിട്ടാണോ എന്നൊക്കെ അതൊക്കെ മറ്റൊരു കാര്യം. പക്ഷെ എങ്കിലും ഇത്തവണ ഒരു പ്രവചനാതീതമാണ്. 3 പേരും ഒന്നിനൊന്നും ഒപ്പത്തിനൊപ്പം ആര് മുന്നിലും ആര് പിന്നിലെന്ന് പറയാൻ പോയതാണ് എന്റെ. നമ്മൾ കേരളം തന്നെ കണ്ടതാണ് ആ പ്രചരണ രീതികൾ. ഓരോ പാർട്ടികളും ഒരു തന്ത്രം, ഒരു പാർട്ടി മെനഞ്ഞാൽ മറുതന്ത്രത്തിലൂടെ അതിനെ വെട്ടുന്നത് നമ്മൾ കണ്ടതാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ഒക്കെ ആ ചടുലത നമ്മൾ ഓരോ പാർട്ടികളിലും കണ്ടു. പക്ഷെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് കെ സുരേന്ദ്രൻ പോളിംഗ് അവസാനിക്കുമ്പോൾ നടത്തിയിട്ടുള്ളൊരു പരാമർശം UDF 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നതാണ്. അപ്പോൾ അത് വോട്ട് കച്ചവടം, വോട്ട് മറിക്കലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഇപ്പോൾ പോൾ ചെയ്തിട്ടുള്ള 70.51% വോട്ട്, അതിൽ ഓരോ മുന്നണിക്കുമുള്ള വോട്ട് അവരവർക്ക് തന്നെ കിട്ടും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഉദാഹരണം തൃശ്ശൂരില് പ്രതാപന്റെ 1ാം സ്ഥാനത്തായിരുന്ന പ്രതാപൻ മുരളീധരൻ 3ാം സ്ഥാനത്തേക്കായി. പിന്നെ സുരേന്ദ്രൻ പറഞ്ഞിരുന്ന മുഖവിലേക്ക് എടുക്കണ്ട. പരീക്ഷ എഴുതുന്ന ഒരു കുട്ടി സാധ്യത താങ്കളും കാണുന്നുണ്ടോ അവിടെ? എങ്ങനെ വോട്ട് മറിക്കലിന്റെ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ആ വോട്ട് മറിക്കുന്ന സാധ്യത ഞാനും കാണുന്നുണ്ട് കേട്ടോ. അത് തീർച്ചയായിട്ടും സാധ്യത വോട്ട് മറിക്കുന്ന സാധ്യത ഇവിടെയും കാണുന്നുണ്ട്. അത് കോൺഗ്രസ് അല്ല, CPM-ഉം BJP-യും തമ്മിൽ വോട്ട് മറിക്കുന്ന സാധ്യത ഞാൻ കാണുന്നുണ്ട്. യാതൊരു സംശയമില്ല കാര്യം. തൃശ്ശൂരിൽ കണ്ട കാഴ്ച ഇവിടെ ആവർത്തിച്ചോടുന്നില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതാണ് കെ സുരേന്ദ്രന്റെ ആത്മവിശ്വാസം എന്ന് സംശയിക്കേണ്ടി വരും അല്ലേ? അങ്ങനെ വരുന്നു. അതും അങ്ങനെ വന്നുകൂടുന്നില്ല കേട്ടോ. ഈ CPM-ഉം BJP-യും തമ്മിൽ വോട്ട് കച്ചവടം നടത്തിക്കൂടുന്നില്ല. തൃശ്ശൂരിൽ അവർ നടത്തിയ കച്ചവടം പാലക്കാട്ട് അതിന്റെ ഒരു ആവർത്തനം ഉണ്ടായിക്കൂടുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ 100% വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഉണ്ടായിക്കൂടുന്നില്ല. ഇപ്പോ നഗരസഭാ പരിധിയിൽ 2% വോട്ട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കണ്ണാടിയിലും മാത്തൂരിലും 2% കുറവും വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കുറവ് വന്നിട്ടുണ്ട്. അതൊക്കെ അവര് വേറെ തരത്തിൽ മേക്കപ്പ് ചെയ്യും. പക്ഷെ അത് പ്രത്യേക സാഹചര്യത്തിൽ കുറഞ്ഞു. ആ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടോ രാഷ്ട്രീയ വിരോധം കൊണ്ടോ ഒന്നും വരാത്തതല്ല. അതിങ്ങനെ എപ്പോഴും കൂടിയും കുറഞ്ഞും നിൽക്കാറുണ്ട്. അത് വലിയ കാര്യമൊന്നുമില്ല. കഴിഞ്ഞിടത്ത് വളരെ ആവേശകരമായ മെട്രോ മാൻ ശ്രീധരൻ എനിക്ക് വളരെ ആവേശകരമായിരുന്നു. അതുകൊണ്ട് അതൊന്നും കണക്ക് കൂട്ടാൻ പറ്റും. എങ്കിലും ഇവിടെ ഇത്തവണ ഈ വോട്ട് മറിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ BJP-യോ CPM-ഓ ജയിക്കുകയാണെങ്കിൽ അവിടെ ഒരു വോട്ടിംഗ് ഉറപ്പുണ്ടെന്ന് ഞാൻ കണ്ണടച്ചുകൊണ്ട് തന്നെ പറയുന്നു.
ഇതിപ്പോ അതിനുള്ള സാധ്യത ആർക്കാണ് കൂടുതൽ? CPM-നെ സംബന്ധിച്ച് കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു സ്ഥാനാർത്ഥിയെ അവർ നിർത്തുകയാണ്. കോൺഗ്രസിൽ നിന്ന് കൂടി ഉള്ള വോട്ടുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തിയതാണ്. അവരെ സംബന്ധിച്ച് വോട്ട് മറിച്ച് BJP-ക്ക് കൊടുക്കുക എന്നത് ഈ ഘട്ടത്തിൽ സാധ്യമാകുന്നതാണോ? അത് അങ്ങനെയൊന്നും ഇല്ല. എങ്കിലും അങ്ങനെ വോട്ട് മറിക്കാം. പലതരത്തിലും ഇതുണ്ട്. പിന്നെ മാങ്കൂട്ടത്തിൽ വന്ന് അദ്ദേഹം ഇവിടുത്തുകാരനല്ല എന്നൊരു പ്രചാരണമുണ്ട്. അതൊന്നും കോൺഗ്രസിൽ അത് ഏറ്റിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ പലതും മുറിമുറുപ്പുകളൊക്കെ ഉണ്ട്. എല്ലാ പാർട്ടിയിലും മുറിമുറുപ്പുകളുണ്ട്. BJP-യെ സംബന്ധിച്ചോളം ആദ്യം RSS സജീവമല്ലായിരുന്നെങ്കിൽ അവസാനം RSS സജീവമായി. RSS മാറി നിൽക്കുന്നു എന്നായിരുന്നു ഒരു ആരോപണം. ശോഭാ സുരേന്ദ്രന് പ്രതീക്ഷിച്ചാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പൊ ഞാൻ അതാ പറഞ്ഞ ആദ്യം ഒരു മാന്യമായിരുന്നെങ്കിൽ അവസാനം 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം ആര് മുന്നിൽ ആര് പിന്നിലെന്ന് പറയാൻ തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. വോട്ടുമറി നടക്കാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല കേട്ടോ. തീർച്ചയായിട്ടും അതും കൂടെ കണ്ടായിരിക്കാം സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞത്. ഒരുപക്ഷെ BJP 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം പാലക്കാട് ഉണ്ടാകുമോ? അതിനും പറയാൻ പറ്റത്തില്ല. അതിനും സാധ്യതയുണ്ട്. BJP പോകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞോണ BJP രണ്ടാം സ്ഥാനത്തായിരുന്നെങ്കിലും CPM 3-ാം സ്ഥാനത്താണ്. പക്ഷെ BJP 3-ാം സ്ഥാനത്ത് പോകാൻ സാധ്യത ഇല്ലെന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ വോട്ട് മറിയലും അടിയൊഴുക്കുകളും അവ്യക്തമാണ് കേട്ടാ. 3 പാർട്ടിയിലെ അടിയൊഴുക്കുകൾ അവ്യക്തമാണ്. പക്ഷെ ഒരു കാര്യം, ഇത്രയും ആവേശകരമായ ഒരു പ്രവർത്തനം ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടിട്ടില്ല. 3 മുന്നണികൾ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ എല്ലാ പാർട്ടികളും 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ കോൺഗ്രസിന്റെ വീക്ഷണത്തിന്റെ റിപ്പോർട്ടർ ആയിരുന്നു എന്നറിയാം. കോൺഗ്രസ് ആയെങ്കിലും അതുകൊണ്ട് എല്ലാവരും വളരെ സജീവമായിരുന്നു. ആ സജീവതയുടെ ആഴവും അടിയൊഴുക്കുമാണ് ഇപ്പോഴും വ്യക്തമല്ലാത്തത്. ശരി, എന്തായാലും പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ സാർ. ഓക്കെ. ഹലോ, മതിയല്ലോ പോരെ? ഓക്കെ.